സ്നേഹനിധികളായ സജ്ജനങ്ങൾക്ക് സാദര നമസ്കാരം. വളരെയേറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. 22 വർഷമായി തൃക്കുരട്ടി മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടത്തപ്പെടുന്ന രാമായണ മേള വർഷങ്ങൾ കഴിയുന്തോറും പൂർവാധികം ഭംഗിയായി നടത്തുവാൻ ഇതിൻ്റെ സംഘാടകർക്ക് കഴിയുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരു അധ്യാപിക എന്ന നിലയിൽ ഇത് തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ ഇതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചു എന്നതിൽ വളരെയേറെ അഭിമാനവുമുണ്ട്. രാമായണം, ആദികാവ്യമായ രാമായണം കാലാനുവർത്തിയാണ്. ഇതിലെ കഥയും കഥാപാത്രങ്ങളും യുഗങ്ങൾ എത്ര കഴിഞ്ഞാലും നിലനിൽക്കുന്നതാണ്. ഞാനൊരു സോഷ്യോളജി അധ്യാപികയാണ്. ഞങ്ങൾ ആധുനിക സമൂഹങ്ങളെപ്പറ്റി പറയുമ്പോൾ റോൾ കോൺഫ്ലിക്റ്റ്, ധർമ്മ സംഘടനം എന്നൊരു പദം ഉപയോഗിക്കാറുണ്ട്. ഒരാൾ പല പദവികൾ വഹിക്കുമ്പോൾ ആ പദവികളോടൊപ്പം തന്നെ വരുന്ന കടമകളും കർത്തവ്യങ്ങളും ചെയ്യാൻ നിർബന്ധിതരാകുമ്പോൾ എല്ലാ ചുമതലകളും 100% പെർഫെക്റ്റായിട്ട് നടത്താൻ പറ്റാത്ത ഒരവസ്ഥ. ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്ത്രീ അമ്മയായിരിക്കാം, അതേസമയം തന്നെ ഒരു മകളായിരിക്കാം, മരുമകളായിരിക്കാം, ചേച്ചിയായിരിക്കാം, അനിയത്തിയായിരിക്കാം. ഔദ്യോഗികമായിട്ടുള്ള പല ചുമതലകളും വഹിക്കുന്ന ഒരു അവസരത്തിൽ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് നടക്കാൻ ബുദ്ധിമുട്ട് വരും. അതുപോലെ തന്നെ ഒരു ധർമ്മ സംഘടനമാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രാമായണത്തിലെ കഥയിലെ കഥാനായകനായ ശ്രീരാമചന്ദ്രനും ഉണ്ടായത്. പുത്രൻ്റെ ധർമ്മം, രാജാവിൻ്റെ ധർമ്മം, ഭർത്താവിൻ്റെ ധർമ്മം, അങ്ങനെ പല ധർമ്മങ്ങൾ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് രാജാവിൻ്റെ ധർമ്മത്തിനാണ്. വിമർശനത്തിന് അതീതനാണ് രാജാവ് എന്നൊരു ചിന്താഗതി രാമനില്ലായിരുന്നു. തൻ്റെ പ്രജകളിൽ ഒരാൾക്ക് പോലും ഇഷ്ടക്കേടുണ്ടാകുന്ന യാതൊരു പ്രവൃത്തിയും രാജാവെന്ന നിലയിൽ രാമൻ ചെയ്തില്ല. അത് നമ്മുടെ ഭരണാധികാരികൾക്കൊക്കെ ഒരു മാതൃകയാണ്. അതുപോലെ തന്നെ പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ബന്ധം, രാമായണത്തിലെ കഥാപാത്രങ്ങൾ സർവചരാചരങ്ങളും, നദിയും സാഗരവും മൈനാകവും സമ്പാദിയും വാനരന്മാരും, വാനരസേനയാണ് സീതാന്വേഷണത്തിനായിട്ട് പറഞ്ഞയക്കുന്നത്. അപ്പം പക്ഷി മൃഗാദികളും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു കാര്യമില്ല. എന്ന് നമ്മൾ ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടുവോ, നമ്മൾ ചൂഷണം ചെയ്യാൻ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയോ അന്ന് മുതലാണ് വിനാശകരമായിട്ടുള്ള പലതും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നത്. അതുപോലെ മന്ധര മറ്റൊരു കഥാപാത്രമാണ്. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടും മന്ധരന്മാർ പലരുമുണ്ട്. അത് സ്ത്രീ രൂപത്തിൽ മാത്രമല്ല, പുരുഷന്മാരിലും ഉണ്ട് മന്ധരന്മാർ. അപ്പോൾ അവർ വന്ന് നമ്മുടെ കുടുംബത്തിൽ വരും, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് വരും, ആവശ്യമില്ലാത്ത ഏഷണി പറഞ്ഞ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. നമ്മുടെ സമാധാനം കെടുത്തുന്ന മന്ധരന്മാരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ പൊന്മാനിൻ്റെ രൂപത്തിൽ മാരീചൻ വന്ന് സീതാദേവിയെ പ്രലോഭിപ്പിച്ച് എങ്കിൽ ഇന്ന് നമ്മുടെ ചുറ്റിനും മൊബൈൽ ഗെയിമിൻ്റെ രൂപത്തിൽ, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മെസ്സേജുകളുടെ രൂപത്തിൽ, പല രൂപത്തിലും വർണ്ണത്തിലും നമുക്ക് കിട്ടുന്ന ലഹരി വസ്തുക്കളുടെ രൂപത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ അമ്മമാരെയും നമ്മുടെ സഹോദരന്മാരെയും പ്രലോഭിപ്പിക്കാൻ പല മാരീചന്മാരും നമ്മുടെ ചുറ്റിലുമുണ്ട്. നമുക്ക് വിജയകരമായിട്ട് ജീവിക്കാൻ രാമായണം മനസ്സിലാക്കിയാൽ മാത്രം മതിയാകും. രാമായണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ദിവസമോ ഒരു മാസമോ ഒന്നും പോരാ. ഞാൻ 2 സന്ദർഭങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് രാമായണ മേളയുടെ 4ാം ദിവസമായ ഇന്ന് ഈ പ്രഭാഷണ യോഗത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് ശ്രീമതി പുഷ്പ ശശികുമാർ അവர்களാണ്. SNDP യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗമാണ്. വനിതാ സംഘത്തിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയാണ്. മാന്നാറിലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ നിറസാന്നിധ്യമായ പുഷ്പ ചേച്ചിയെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിയിരിക്കുന്നത് പ്രൊഫസർ ഗീത ടീച്ചറാണ്. NSS ഹിന്ദു കോളേജ് ചങ്ങനാശ്ശേരിയിലെ ഫിലോസഫി അധ്യാപികയായിരുന്നു. റിട്ടയർമെൻറ്റിന് ശേഷം NSS യൂണിയൻ, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, വ്യക്തിഗത വികാസം എന്നീ മേഖലകളിൽ നടത്തപ്പെടുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളിലെ സജീവ സാന്നിധ്യമാണ് ടീച്ചർ. മികച്ച ഒരു അധ്യാപിക, വാഗ്മി, ആധ്യാത്മിക വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കാനുള്ള അസാമാന്യമായ കഴിവ്, ഇതൊക്കെ ടീച്ചറിൻ്റെ പ്രത്യേകതകളാണ്. 10 വർഷങ്ങൾക്ക് മുൻപ് ടീച്ചറുമായി എനിക്കൊരു വേദി പങ്കിടാൻ അവസരം ലഭിച്ചു. ടീച്ചർ ഒരു മികച്ച ഗായിക കൂടിയാണ്. അന്ന് ടീച്ചർ പാടിയ
ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹഗീതങ്ങളുള്ള പാട്ട് ഇപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുകയാണ്. അപ്പോൾ ടീച്ചറിനോടൊരു അഭ്യർത്ഥന കൂടിയുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടുകൂടെ പാടണം, ഒരു കീർത്തനമെങ്കിലും ടീച്ചർ പാടണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. തികഞ്ഞ ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി എല്ലാവരും ടീച്ചറെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഏതൊരു പരിപാടിയുടെയും വിജയം എന്ന് പറയുന്നത് ജനങ്ങളുടെ പങ്കാളിത്തമാണ്. മാന്നാറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഏത് പ്രോഗ്രാം നടത്താനും ഇവിടെ സജ്ജനങ്ങളുടെ സാന്നിധ്യത്തിന് ഒരു കുറവുമില്ല. ഈ പ്രോഗ്രാം വിജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും തൃക്കുരട്ടി മഹാദേവൻ്റെ നാമധേയത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ശ്രീറാം. തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു വരുന്ന 22ാമത് രാമായണ മേളയുടെ ഇന്ന് 7-ാം തീയതി, ഇന്ന് ഓഗസ്റ്റ് 7-ാം തീയതി നടക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ